ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ്. ഇതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ ചേർക്കുന്നുണ്ട്. ആ ഒരു ഐറ്റം ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ നമ്മുടെ ടൊമാറ്റോ റൈസാണ് തയ്യാറാവുന്നത്. നല്ല ഫ്ലേവർഫുൾ ആയിട്ട് തയ്യാറാക്കുന്നത് ഈ ഒരു ടൊമാറ്റോ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഗൈസ്, എല്ലാവരും വീഡിയോ എൻഡിങ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് മാത്രം യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഓയിൽ മാത്രം യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കുഞ്ഞ് ബേ ലീവ്സും ഒരു ഏലക്കായും ഒരു കുഞ്ഞ് 2 പീസ് പട്ടായും ഒരു 3 ഗ്രാമ്പൂയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ പെരുംജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെരുംജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസുള്ള സവോള തീരെ നൈസായിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴട്ടി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് വഴട്ടിയെടുക്കാം. സവോള ഏകദേശം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അപ്പം നമ്മുടെ സവോള ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്ലേവർഫുള്ളായ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ റൈസിൻ്റെ ഹൈലൈറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് നമ്മുടെ മിൻറ്റ് ലീവ്സ്, ഒരു 3 ടേബിൾ സ്പൂൺ മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയിലയും കൂടെ ഈ വകയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. നമ്മുടെ മെയിൻ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഹൈലൈറ്റാണ് നമ്മുടെ മിൻറ്റ് ലീഫ്, അതായത് പുതിനയില. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, പക്ഷേ മിൻറ്റ് ലീഫാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ. അപ്പം മിൻറ്റ് ലീഫ് ആഡ് ചെയ്തതിന് ശേഷം മല്ലിയിലയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അധികം എരിവ് താല്പര്യമാണെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് നമുക്ക് സാധാരണ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ട് ആ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴട്ടിയെടുക്കാം. അധികം മസാല നമ്മൾ യൂസ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടി നമ്മുടെ കാശ്മീരി ചില്ലി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ മസാലകൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക് നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് ആ ഒരു മസാല വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറിടുന്നുണ്ട്, അതായത് നമ്മൾ റൈസ് ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളിക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി, അതായത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്ന സമയം വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. സാധാരണ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു തക്കാളിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിക്ക ഇവിടെ നന്നായിട്ടൊന്ന് മഷി പോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ തവിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് പച്ചരി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളിലെല്ലാം നന്നായിട്ട് ആ ഒരു അരി മിക്സ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 to 3 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് മസാല ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ അളവിലാണ് റൈസ് എടുത്തിരുന്നത്. അതേ സെയിം ഗ്ലാസിൻ്റെ അളവിൽ 3 ഗ്ലാസ്സിൽ ഒരു 6 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കുക്കർ ഇവിടെ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ തണുത്തതിന് ശേഷം ആ ഒരു എയർ റിലീസ് ആയതിനു ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെന്ത് പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം
നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ, നല്ല മണിമണിയായിട്ട് നന്നായിട്ട് തന്നെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് നന്നായിട്ട് റൈസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടിപൊളി റവ പപ്പടം നമ്മൾ ഫ്രൈ ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ തൈരിൻ്റെ അടിപൊളി ഒരു ചള്ളാസ്, അതായത് സാലഡും കൂടെ റെഡി ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറുള്ളവർ അച്ചാർ വേണേലും ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. നടുക്ക് ഞാനിവിടെ ഒരു കുഞ്ഞൊരു മിൻറ്റ് ലീഫും കൂടെ ജസ്റ്റ് ഒരു ഭംഗിക്കായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പെട്ടെന്നൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ഒറ്റ ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു നമ്മുടെ മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.